ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് ജോൺ ഡൺ എഴുതിയ ബാറ്റർ മൈ ഹാർട്ട് 3% ഗോഡ് എന്ന പോം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ബാറ്റർ മൈ ഹാർട്ട് 3% ഗോഡ് ഹോളി സോണറ്റ് 14 എന്നും അറിയപ്പെടുന്നു. 1633 പ്രസിദ്ധീകരിച്ചു. അതുപോലെ 19 കവിതകൾ ഉൾക്കൊള്ളുന്ന ഹോളി സോണറ്റ് എന്ന വലിയ കവിതാ പരമ്പരയുടെ ഭാഗമാണിത്. ഒരു സീരീസ് ഓഫ് പോയംസിൻ്റെ ഭാഗമാണ് ഈ ഒരു സോണറ്റ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ബാറ്റർ മൈ ഹാർട്ട് 3% ഗോഡ് ഫോർ യു ആസ് ഇറ്റ് ബട്ട് നോക്ക് ബ്രീത്ത് ഷൈൻ ആൻഡ് സീക്ക് ടു മെൻറ്റ്. അപ്പോൾ 3% ഗോഡ് എന്നത് ക്രിസ്തു മതത്തിലെ ഒരു പ്രധാന ആശയമാണ്. പിതാവ്, പുത്രൻ, പൈസ്താത്മാവ് എന്നീ 3 വ്യത്യസ്ത വ്യക്തികളിൽ ദൈവം ഏകനായി നിലനിൽക്കുന്നു എന്ന വിശ്വാസത്തെ ഇത് എടുത്തു കാണിക്കുന്നത്. ഗോഡ് എക്സിസ്റ്റ് ആസ് വൺ ബീങ്. അപ്പം ബാറ്റർ ശക്തമായതും ഒരു പക്ഷേ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ്, ഒരു വിനാശകരമായ ഒരു പ്രക്രിയയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ബാറ്റർ എന്ന വാക്ക് ശുദ്ധീകരണത്തിൻ്റെയും അതുപോലെ റിന്യൂവൽ, പുതുക്കലിൻ്റെയും ശക്തമായ ഒരു അക്രമാസക്തമായ ഒരു പ്രക്രിയയെ സൂചിപ്പിക്കുന്ന ഒരു ഫോഴ്സ്ഫുൾ ഒരു വയലൻ്റ് ആക്ഷൻ. ദൈവം മുമ്പ് സൗമ്യമായ മാർഗങ്ങളിലൂടെ തട്ടുക, അതുപോലെ ശ്വസിക്കുക, പറയുന്നുണ്ട് ഇതിൽ പ്രകാശിക്കുക, ഷൈൻ ചെയ്യുക, അതുപോലെ നന്നാക്കാൻ ശ്രമിക്കുക, അങ്ങനെയെല്ലാം തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് കവി പറയുകയാണ് നമ്മുടെക്ക്. എന്നിരുന്നാലും എന്താ സംഭവിച്ചത്? ആവശ്യമുള്ള ആ ആത്മീയ പരിവർത്തനം കൊണ്ടുവരാൻ ഈ ശ്രമങ്ങൾ പര്യാപ്തമായിരുന്നില്ല എന്നാണ് കവി പറയുന്നത്. അപ്പം തൻ്റെ ആത്മാവിനെ സുഖപ്പെടുത്തുവാനുള്ള ദൈവത്തിൻ്റെ മുൻ ശ്രമങ്ങൾ അപര്യാപ്തമായിരുന്നുവെന്ന് കവിക്ക് തോന്നുന്നു. അത് തൻ്റെ ആത്മാവിനെ ബലമായി ശുദ്ധീകരിക്കാനും രൂപാന്തരപ്പെടുത്താനും കവി ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അതാണ് ബാറ്റർ മൈ ഹാർട്ട് എന്ന് പറയുന്നത്. ഒരു ശക്തമായ ഒരു ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ്, ഒരു വിനാശകരമായ ഒരു പ്രക്രിയയാണ്. പ്രക്രിയയിലൂടെ തൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാനാണ് ഇവിടെ ഈ ഫസ്റ്റ് 2 ലൈൻസിൽ കവി ദൈവത്തോട് പറയുന്നത്, അപേക്ഷിക്കുന്നത്. ഇനി അടുത്ത 2 ലൈനിലോട്ട് നമുക്ക് നോക്കാം. ദാറ്റ് ഐ മേ റൈസ് ആൻഡ് സ്റ്റാൻഡ് ഓവർത്രോ മീ ആൻഡ് ബെൻഡ് യുവർ ഫോഴ്സ് ടു ബ്രേക്ക് ബ്ലോ ബേൺ ആൻഡ് മേക്ക് മീ ന്യൂ. അപ്പം ഐ മേ റൈസ്, ഞാൻ എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇത് ആത്മീയ പുനരുദ്ധാനത്തിനായുള്ള കവിയുടെ ആഗ്രഹത്തെയും അതുപോലെ പാപത്തിനെതിരെ ഉറച്ചു നിൽക്കാനുള്ള പുതിയ ഒരു കഴിവിനെയും പ്രകടിപ്പിക്കുന്നു. അപ്പം എന്നെ അട്ടിമറിക്കുക, അത് ഓവർത്രോൺ, അല്ലെങ്കിൽ അതുപോലെ ബെൻഡ്, വളയ്ക്കുക. അപ്പോൾ പോയിറ്റിൻ്റെ കഠിനമായ ഹൃദയത്തെയും ഇച്ഛാശക്തിയെയും തകർക്കാൻ, അത് അതിശക്തമായ ശക്തിയോടെ പ്രവർത്തിക്കാൻ ദൈവത്തോടുള്ള നേരിട്ടുള്ള അഭ്യർത്ഥനയാണിത് കവിയുടെ. അപ്പം എന്നെ തകർക്കാനും ഊതാനും കത്തിച്ച് കളയാനും പുതിയതാക്കാനുമുള്ള നിങ്ങളുടെ ശക്തി, യുവർ ഫോഴ്സ് ടു ബ്രേക്ക് ബ്ലോ ബേൺ ആൻഡ് മേക്ക് മീ ന്യൂ. ഈ വരി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആഗ്രഹിച്ച പരിവർത്തനത്തിൻ്റെ തീവ്രതയെയും അപൂർണതയും ഊന്നിപ്പറയുന്നു. അതായത് പഴയതും പാപപൂർണവുമായ സ്വത്വത്തെ, അതായത് സിൻഫുൾ സെൽഫിനെ തകർക്കാനും ഊതാനും കത്തിച്ച് കളയാനും തുടർന്ന് പുതിയതും നീതിമാനുമായ ഒരു വ്യക്തിയെ സൃഷ്ടിക്കാനും തൻ്റെ ശക്തി ഉപയോഗിക്കാൻ കവി ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ബ്രേക്ക്, ബ്ലോ ആൻഡ് ബേൺ. അപ്പോൾ ഈ ക്രിയകൾ, അത് ഈ വേർബ്സ് സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഫോഴ്സ്ഫുൾ, നമുക്ക് പറയാം ഒരു ഓൾമോസ്റ്റ് വയലൻറ്റ് പ്രോസസ് ഓഫ് ഡിസ്മാൻഡലിങ്, ഒരു അഴിച്ചുപണി എന്ന് പറയത്തില്ല, അതുപോലെ പ്രോസസ് ഓഫ് ഡിസ്മാൻഡലിങ് ആൻഡ് ഡിസ്ട്രക്ഷൻ ആണ്. അതായത് ഈ ബ്രേക്ക്, ബ്ലോ ആൻഡ് ബേൺ ഇത് എംഫസൈസ് ചെയ്യുന്നത് ആ ഇൻറ്റൻസിറ്റി ഓഫ് ദിസ് ആക്ഷനാണ്, ആ പ്രവൃത്തിയുടെ തീവ്രതയെ ഊന്നി പറയുകയാണ്. ഇപ്പോൾ നമുക്ക് പറയാം തകർക്കുക, ബ്രേക്ക്, അത് പഴയ ശീലങ്ങളിൽ നിന്നോ ബന്ധനങ്ങളിൽ നിന്നോ സ്വതന്ത്രനാക്കുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ബ്ലോ, അതായത് പുതിയ തുടക്കങ്ങൾക്ക് ഇടം നൽകാൻ കഴിയുന്ന, അതായത് പഴയതിനെ തകർക്കാനും ചിതറിക്കാനും കഴിയുന്ന ഒരു ശക്തമായ ഒരു ശക്തി ഇത് സൂചിപ്പിക്കുന്നു. ഇനി അടുത്ത ബേൺ, കത്തിക്കുക, ഇതൊരു ശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്നു. അതായത് മാലിന്യങ്ങൾ ദഹിക്കപ്പെടുകയും ഇല്ലാതാക്കപ്പെടുകയും ചെയ്യുമെന്നും അത് എന്നെ പുതിയതാക്കുക എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഒരു ശുദ്ധീകരണത്തിനും പുനർജന്മത്തിനും വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ് ഈ വരികൾ. ഇതിന് മുമ്പുള്ള ലൈനിൽ കണ്ടായിരുന്നു മുട്ടുക, അത് നോക്കെന്ന് പറയുന്നത്. മുട്ടുക എന്നതിന് പോലെ എന്താ ചെയ്യാൻ പറയുന്നത്? പോയിട്ട് തകർക്കാനാണ് പറയുന്നത്, ബ്രേക്ക് ചെയ്യാനാണ് പറയുന്നത്. കാരണം ഇതിന് മുമ്പുള്ള പ്രവൃത്തികളൊക്കെ നിഷ്ഫലമായി. അപ്പോൾ അത് കഴിഞ്ഞ് അതുപോലെ പറയുന്നുണ്ട് ബ്രീത്ത് എന്ന് പറയുന്നത്, ശ്വസിക്കുക. അപ്പോൾ ഈ ഒരു ലൈനിൽ എന്താ പറയുന്നത്? ശ്വസിക്കുക എന്നതിന് പോലെ എന്താ ചെയ്യേണ്ടത്? ശക്തമായ കാറ്റ് പോലെ ഊതണമെന്നാണ് പറയുന്നത്. അതുപോലെ ഷൈൻ എന്ന് പറഞ്ഞെടുത്ത് പ്രകാശിക്കുക എന്നതിന് പകരം എന്താ ചെയ്യേണ്ടത്? ബേൺ ചെയ്യുക, അത് തീ പോലെ ദഹിപ്പിക്കണമെന്നും കവി നിർദ്ദേശിക്കുന്നു. അപ്പോൾ ഇതിന് മുമ്പുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന്
വ്യത്യസ്തമായിട്ട് പെരുമാറാനാണ്, തൻ്റെ ആത്മാവിനെ തന്നെ ശുദ്ധീകരിക്കാനാണ് കവി പറയുന്നത്. I, like an usurped town, to another due, labor to admit you, but owe to no end. അപ്പം യുസോപ്ഡ് ടൗൺ, അപ്പോൾ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കപ്പെട്ട ഒരു നഗരം. അതുപോലെ ഇറ്റ് ഇസ് അങ്ങനെ ഒരു നഗരം എങ്ങനെയാണ്? ഇറ്റ് ഈസ് നോട്ട് ലോങ്ങർ റൂൾഡ് ബൈ ഇറ്റ്സ് റൈറ്റ്ഫുൾ അതോറിറ്റി. വേറൊരാളാണ് അത് റൂൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടു അനദർ ഡ്യൂ, അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഈ പിടിച്ചെടുക്കപ്പെട്ട നഗരം ഇപ്പോൾ ആ ജേതാവിനെ സേവിക്കാനോ അനുസരിക്കാനോ ബാധ്യസ്ഥനാണെന്നാണ്. അതായത് ആരാണോ പിടിച്ചെടുക്കപ്പെട്ട ആ ഒരു ന്യൂ അതോറിറ്റിയെ. അപ്പോൾ ഈ കവിതയിൽ കവിയുടെ ആത്മാവ് ഒരു യുസേർപ്ഡ് ടൗൺ ആണ്. ഇത് സൂചിപ്പിക്കുന്നത് കവി ഒരു ആത്മീയ പ്രതിസന്ധി നേരിടുന്നു എന്നാണ്. അവിടെ കവിയുടെ ആത്മാവ് ദൈവത്തിൻ്റെ അല്ലാത്ത ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ലൈൻ കൺവേ ചെയ്യുന്നത് കവിയുടെ ഫീലിംഗ് ഓഫ് ട്രാപ്ഡ് ആൻഡ് ഡോമിനേറ്റഡ് ബൈ സിൻ ആൻഡ് വേർഡ്ലി ഡിസയേഴ്സ് ആണ്. അതായത് കവി പാപവുമായുള്ള പോരാട്ടത്തെയും ലൗകിക മോഹങ്ങളുടെ ആ സ്വാധീനത്തിലും അകപ്പെട്ടു. അപ്പോൾ താൻ മറ്റ് ശക്തികളുടെ നിയന്ത്രണത്തിലായതിനാൽ ദൈവത്തെ സേവിക്കാൻ തനിക്ക് സ്വാതന്ത്ര്യമില്ലെന്നാണ്. ഇതൊരു വിദേശ ശക്തിയുടെ, അതായത് ഫോറിൻ പവറിൻ്റെ നിയന്ത്രണത്തിൽ കീഴടക്കപ്പെട്ട ഒരു നഗരവുമായി കവി തൻ്റെ ആത്മാവിനെ താരതമ്യം ചെയ്യുന്ന ഒരു രൂപകമാണ്, ഒരു മെറ്റഫറാണ്. ലേബർ ടു അഡ്മിറ്റ് യു ബട്ട് ഓ ടു നോ എൻഡ്. അപ്പം ആ ഒരു ലൈനിൻ്റെ അർത്ഥം ദൈവത്തെ തൻ്റെ ആത്മാവിലേക്ക് കടത്തിവിടാൻ കവി പാടുപെടുന്നു, അത് പ്രയത്നിക്കുന്നു എന്നാണ്. അത് രൂപകമായി സമ്മതിക്കുക എന്നാൽ, അഡ്മിറ്റ് ചെയ്യുക എന്നാൽ പ്രവേശനം അനുവദിക്കുക എന്നാണ്. എന്നാൽ ഈ ശ്രമങ്ങൾ വ്യർത്ഥമോ ഫലപ്രദമല്ലാത്തതോ ആയിത്തീരുന്നു. അപ്പോൾ വിശ്വാസം പൂർണ്ണമായി സ്വീകരിക്കാൻ കഴിയാത്തതിൽ കവി നിരാശ പ്രകടിപ്പിക്കുകയാണ് ഈ വരികളിലൂടെ. അപ്പം നിങ്ങളെ പ്രവേശിപ്പിക്കാൻ അധ്വാനിക്കുക. അപ്പം ലേബർ ടു അഡ്മിറ്റ് യു, ദൈവത്തെ തൻ്റെ ഹൃദയത്തിലേക്കോ ആത്മാവിലേക്കോ കടത്തിവിടാനുള്ള കവിയുടെ സജീവവും കഠിനവുമായ ശ്രമത്തെയാണ് ഈ ഒരു വാക്യം സൂചിപ്പിക്കുന്നത്. പക്ഷേ അവസാനമില്ല, ബട്ട് ഓ ടു നോ എൻഡ്. അപ്പോൾ ഈ വാക്യം കവിയുടെ നിരാശയും കവിയുടെ ശ്രമങ്ങളുടെ നിരർത്ഥകതയും പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ദൈവവുമായി യഥാർത്ഥത്തിൽ ബന്ധപ്പെടാൻ, കണക്റ്റാകാൻ കവിക്ക് കഴിയുന്നില്ലെന്ന ഈ വരി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത വരികളിലോട്ട് പോവാം. റീസൺ യുവർ വൈസ്രോയ് ഇൻ me should defend but is captived and proves weak or untrue. അപ്പോൾ ഈ റീസൺ എന്ന് പറയാൻ നമുക്കറിയാം, പവർ ഓഫ് ദ മൈൻഡ് ടു തിങ്ക് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോം ജഡ്ജ്മെൻറ്റ്സ് ലോജിക്കലി. അപ്പം ഇവിടെ റീസൺ, അത് ദൈവത്തിൻ്റെ വൈസ്രോയ് എന്ന നിലയിൽ റീസൺ, അത് യുക്തിയെ കവി പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ഒരു രാജാവിൻ്റെ പ്രതിനിധി എന്നതിന് സമാനമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ വൈസ്രോയ് എന്നത്. അപ്പോൾ വിശ്വാസത്തിലേക്കും നീതിയിലേക്കും കവിയെ നയിക്കുന്ന ആന്തരിക ശബ്ദമായിരിക്കണം ഈ യുക്തി, ഈ റീസൺ എന്നാണ് ഈ വരി സൂചിപ്പിക്കുന്നത്. അപ്പോൾ മീ ഷുഡ് ഡിഫെൻഡ്, പ്രതിരോധിക്കണം എന്ന വാചകം കവിയെ പ്രലോഭനത്തിൽ നിന്നും പാപത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് ഉത്തരവാദിയാണെന്നാണ് കവി പറയുന്നത്? ഈ യുക്തി ഉത്തരവാദിയാണ് എന്നാണ് കവി പറയുന്നത്. അപ്പം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് പറയാം, ശരിയായ പാത തിരഞ്ഞെടുക്കാനും ലൗകിക കാര്യങ്ങളുടെ ആകർഷണത്തെ ചെറുക്കാനും ഈ റീസൺ, ഈ യുക്തി കവിയെ സഹായിക്കണം. അപ്പോൾ യുക്തിയുടെ പരാജയമാണ് ഇവിടെ പറയുന്ന കവി. അത് യുക്തി ദുർബലമോ അസത്യമോ ആണെന്ന് തെളിയിക്കുന്നു എന്നാണ് കവിയുടെ പ്രസ്താവന. അതായത് കവിയെ സംരക്ഷിക്കാനുള്ള കടമയിൽ യുക്തി പരാജയപ്പെട്ടു എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഒരു പക്ഷേ നമുക്ക് പറയാം തിന്മയുടെ ശക്തികൾ, ഒരു ഉദാഹരണത്തിന് സാത്താൻ എന്ന് വെച്ചോ. അപ്പോൾ യുക്തിയെ ആകർഷിച്ചിരിക്കുന്നു അല്ലെങ്കിൽ യുക്തിയെ തടവിലാക്കിയിരിക്കുന്നു എന്നും, കൂടാതെ അതിനെ യുക്തിയെ ദുർബലമോ അല്ലെങ്കിൽ അസത്യമോ എന്നും വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ. അതായത് യുക്തിക്ക് അതിൻ്റെ സംരക്ഷണ പ്രവർത്തനം നിറവേറ്റാൻ കഴിയില്ല, അല്ലെങ്കിൽ ദൈവത്തോട് സജീവമായി വിശ്വസ്തത ഇല്ലാത്തതാണ് ഈ യുക്തി എന്നാണ് കവി ഇവിടെ പറഞ്ഞത്. അൺഏബിൾ ടു ഫുൾഫിൽ ഇറ്റ്സ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ എന്നാണ് പറയുന്നത്. റീസൺ ആ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ ഫുൾഫിൽ ചെയ്യാൻ ഒക്കുന്നില്ല. അടുത്ത വരികളിലോട്ട് പോവാം. ഇറ്റ് ഡിയർലി ഐ ലവ് യു ആൻഡ് വുഡ് ബി ലൗഡ് ഫെയിൻ ബട്ട് ഐ എം ബിട്രോത്ഡ് അൺ ടു യുവർ എനിമി. അപ്പം
എന്നിട്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് കവിക്ക് ദൈവത്തോടുള്ള ആഴമുള്ള സ്നേഹവും ഭക്തിയും ഇടുന്ന വരികളാണ് ഇത്. അതായത് ബട്ട് വുഡ് ബി ലൗഡ് ഫെയിൻ, ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തോടുള്ള ശക്തമായ ആഗ്രഹവും അത് സ്വീകരിക്കാനുള്ള സന്നദ്ധതയും പ്രകടിപ്പിക്കുന്നുണ്ട് കവി ഇവിടെ. ഈ ഫെയിൻ, അതായത് ഫെയിൻ എംഫസൈസ് ചെയ്യുന്ന ആ ഈഗർ ആൻറ്റിസിപ്പേഷൻ ഓഫ് ദിസ് ലവ് ആണ്. അപ്പം കവി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, എന്നാൽ ഞാൻ നിങ്ങളുടെ ശത്രുവുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഐ ആം ബിട്രോത്ഡ് അൺ ടു യുവർ എനിമി. അപ്പം ദിസ് ഇൻട്രൊഡ്യൂസേഴ്സ് ദ കോൺഫ്ലിക്റ്റ് ആൻഡ് ടെൻഷൻ. അതായത് കവി ഫിഗറേറ്റീവ്ലി, അലങ്കാരികമായി ദൈവത്തിൻ്റെ ശത്രുവിനെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് മാരീഡ് ടു ഗോഡ്സ് എനിമി എന്നാണ് പറയുന്നത്. അപ്പം അതിനെ നമുക്ക് പാപം, ഇല്ലെങ്കിൽ സാത്താൻ, അല്ലെങ്കിൽ കവിക്ക് ദൈവവുമായുള്ള ബന്ധത്തെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും ശക്തി എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ ഒരു ആത്മീയ ധർമ്മ സങ്കടത്തിൽ അകപ്പെട്ടതായി ഈ വരി വെളിപ്പെടുത്തുകയാണ്. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നു, പക്ഷേ ദൈവത്തെ എതിർക്കുന്ന ഒന്നിനോട് ബന്ധിതനാണെന്നും കവി പറയുന്നുണ്ട്. ഡിവോഴ്സ് മീ, അൺടൈ ഓർ ബ്രേക്ക് ദാറ്റ് നോട്ട് അഗെയിൻ, ടേക്ക് മീ ടു യു, ഇംപ്രിസൺ മീ ഫോർ ഐ. അപ്പം വിവാഹമോചനം ചെയ്യുക. അപ്പോൾ കവി തൻ്റെ നിലവിലുള്ള പാപാവസ്ഥയിൽ നിന്നും പിശാചുമായുള്ള ബന്ധത്തിൽ നിന്നും ഒരു ആത്മീയ വേർപിരിയലിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ദൈവത്തോട്. ദൈവം ഒരു ന്യായാധിപനെ പോലെ പ്രവർത്തിക്കണമെന്നും ശത്രുവുമായുള്ള തൻ്റെ ആത്മീയ ബന്ധങ്ങൾ വിച്ഛേദിക്കണമെന്നും കവി ആഗ്രഹിക്കുന്നു. അപ്പം ബ്രേക്ക് ദാറ്റ് നോട്ട്, ആ കെട്ട് അഴിക്കുക അല്ലെങ്കിൽ തകർക്കുക, ബന്ധം വിച്ഛേദിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെ ശക്തിപ്പെടുത്തുന്നു. അപ്പം എഗെയിൻ, വീണ്ടും എന്ന് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേർപിരിഞ്ഞ കാലഘട്ടത്തിന് ശേഷം താൻ ദൈവത്തിലേക്ക് മടങ്ങുകയാണ് എന്ന് കവി സൂചിപ്പിക്കുകയാണ്. ടേക്ക് മീ ടു യു, ഇംപ്രസൺ മീ ഫോർ ഐ. അപ്പോൾ പാപത്തിൻ്റെയും പിശാചിൻ്റെയും യഥാർത്ഥ അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി കവി ദൈവത്താൽ തടവിലാക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഇംപ്രസൺ മീ എന്ന് പറയുന്നത് ദൈവത്തോട്. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലൂടെയും സ്നേഹത്തിലൂടെയും മാത്രമേ തനിക്ക് യഥാർത്ഥ മോചനം ലഭിക്കൂ എന്ന് കവി മനസ്സിലാക്കുകയാണ് ഇവിടെ. നമ്മുടെ ലാസ്റ്റ് ലൈൻ ഡിസ്കസ് ചെയ്യാം. എക്സെപ്റ്റ് യു enthrall me, never shall be free, nor ever chaste, except you ravish me. നിങ്ങൾ എന്നെ ആകർഷിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും സ്വതന്ത്രനാകില്ല. നെവർ ഷാൽ ബി ഫ്രീ. അപ്പം യഥാർത്ഥ സ്വാതന്ത്ര്യം ശാരീരികമോ ലൗകികമോ ആയ സ്വാതന്ത്ര്യത്തിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിനും കൃപയ്ക്കും അടിമപ്പെടുന്നതിൽ നിന്നാണെന്നാണ് കവി വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങൾ എന്നെ വശീകരിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നിർമ്മലനാവുന്നില്ല. അത് നോർ എവർ ചേസ്റ്റ്. അപ്പം ദൈവം ഇടപെട്ട് തൻ്റെ ഹൃദയവും ഇച്ഛയും മാറ്റുന്നില്ലെങ്കിൽ താൻ ഒരിക്കലും ശുദ്ധനും വിശുദ്ധനുമാവില്ലെന്ന് കവി തിരിച്ചറിയുകയാണ്. അപ്പം ദൈവം തൻ്റെ പഴയ സ്വത്വത്തെ, അത് ഓൾഡ് സെൽഫിനെ ബലമായി എടുത്തു മാറ്റി പുതിയതും ശുദ്ധവുമായ ഒരു സ്വത്വത്തെ, അത് ന്യൂ പ്യുവർ സെൽഫിനെ സ്ഥാപിക്കണമെന്ന് കവി ആഗ്രഹിക്കുന്നു. I hope you are clear with this explanation, and if you feel this class useful, please share with your friends. Thank you.